ഗോവിന്ദൻ താങ്കളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഈ പി ജയരാജന്റെയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെയും ബിസിനസ് ബന്ധം, ഈ റിസോർട്ട് ബന്ധത്തിന്റെ തെളിവ് പുറത്തുവിടാൻ അങ്ങനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അല്ല, തെളിവ് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ തന്നെ പറയാം. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ളതാണ് നിരാമയ റിസോർട്ട്. അതിൽ എം പി ഗോവിന്ദന് എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത രേഖകൾ, അദ്ദേഹം ഓൺ ചെയ്യുന്ന കമ്പനികൾ, അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയുള്ള കമ്പനികളുടെ ലിസ്റ്റിൽ നിരാമയ റിസോർട്ടുണ്ട്. ഇനി ഒന്നും കൂടി തെളിവ് വേണമെന്നുണ്ടെങ്കിൽ 11 കൊല്ലം മുമ്പ് കോവളത്ത് വെച്ചതിന്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. നിരാമയ റിസോർട്ടിന്റെ വൈദേകം റിസോർട്ടുമായി ജയരാജനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ബന്ധമുണ്ട്. ജയരാജൻ തന്നെ പറഞ്ഞു അഡ്വൈസറാണെന്ന് പറഞ്ഞു. ഈ റിസോർട്ട് നടത്തിപ്പിന്റെ അഡ്വൈസ് ചെയ്യാൻ ഇദ്ദേഹം എങ്ങനെ എക്സ്പെർട്ടായത്? അഡ്വൈസർ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഷെയർ ഉണ്ട്, അദ്ദേഹം അതിന്റെ അഡ്വൈസറാണ്, അദ്ദേഹത്തിന് അതിനായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഇനിയുള്ള സംശയം എന്താ? നിരാമയ റിസോർട്ടും വൈദേകം റിസോർട്ടും തമ്മിൽ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെന്നല്ലേ? ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ട്. അതിന്റെ നടത്തിപ്പിന്റെ ചുമതല നിരാമയ റിസോർട്ടിനാണ്. ഇപ്പോ ആ സ്ഥാപനത്തിന്റെ പേര് നിരാമയ വൈദേകം റിസോർട്ട് എന്നാണ്. ഇത്രയും മതി എം ഇ ഗോവിന്ദന് തെളിവ്. അതിന്റെ പിന്നെ ഇവരെല്ലാവരും കൂടി ഇത് ഒപ്പുവെച്ചതിന് ശേഷം നിൽക്കുന്ന ഒരു ഫോട്ടോയും ഉണ്ട്. ഇ പി ജയരാജന്റെ കുടുംബാംഗങ്ങൾ, വൈദേകം റിസോർട്ടിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം, നിരാമയയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം നിൽക്കുന്ന പടവുമുണ്ട്. ഇതാരും രാജീവ് ചന്ദ്രശേഖർ ഞാൻ ഈ പറയുന്ന കാര്യം നിഷേധിച്ചിട്ടില്ല, ഇ പി ജയരാജൻ നിഷേധിച്ചിട്ടില്ല. ഇ പി ജയരാജൻ പറയുന്നത് ഞാനും രാജീവ് ചന്ദ്രശേഖരനും കൂടി കണ്ടിട്ടില്ല എന്നാ. രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല എന്ന്. ഇവർ തമ്മിൽ കൂടിയാലോചന നടത്തിയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അവരുടെ രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടും ഒരു സ്ഥാപനമായി മാറിയത്. ഇപ്പോൾ നിരാമയ വൈദേകം റിസോർട്ട് എന്നാണ്. അപ്പൊ CPM BJP എന്ന് പറയണ പോലെ ആയി അത്. അതാണ് തെളിവ്. നീ കൂടുതൽ വേണമെങ്കിൽ കേസ് കൊടുത്തോ, ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കോളാം. എനിക്കെതിരെ കേസ് കൊടുത്തോ, ഞാൻ വെല്ലുവിളിക്കുന്നത് എനിക്കെതിരെ കേസ് കൊടുത്തോ, ഞാൻ കോടതിയിൽ കൊണ്ടുവന്ന് മുഴുവൻ രേഖകളും ഞാൻ ഹാജരാക്കാം. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് കേരളത്തിലെ LDF കൺവീനർ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം, അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള സ്ഥാപനവും BJPയുടെ കേന്ദ്രമന്ത്രി, തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി, ഇവർ രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ടാക്കി ഒരു പാർട്ട്ണർഷിപ്പ് പോലെ ഒരുമിച്ചാണ് ബിസിനസ് നടത്തുന്നത്. അതാരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞതാണല്ലേ ആദ്യം മുതൽ അല്ലേ? അപ്പോ ആ തലത്തിലേക്ക് ബന്ധം മാറി. പിന്നെ അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു, ED പരിശോധന നടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സെറ്റിൽമെന്റ് ഇവര് തമ്മിൽ ഉണ്ടായത്. ഇത് യാഥാർത്ഥ്യമല്ലേ? ഇത് ആർക്കാ നിഷേധിക്കാൻ പറ്റുന്നത്? അപ്പൊ നിഷേധിക്കുന്നില്ല, അദ്ദേഹം നിഷേധിക്കട്ടെ. നിരാമയ റിസോർട്ട് എന്ന് പറയുന്ന സ്ഥാപനം അദ്ദേഹത്തിന്റെ അല്ല എന്ന് അദ്ദേഹം പറയട്ടെ. രാജീവ് ചന്ദ്രശേഖർ അല്ല, അതെല്ലാവരും എല്ലാ പാർട്ടി. ഞാൻ ചോദിക്കട്ടെ, BJPയുടെ എത്ര നേതാക്കൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കോൺഗ്രസിൽ ചേർന്നു? എത്ര പേര് ചേർന്നു? ഇപ്പൊ തെലങ്കാനയിൽ ഇത്രയും വർഷം ഭരണത്തിൽ ഇരുന്നിരുന്ന PRSൽ നിന്ന് ഇന്നലെയും ഒരു MP MLA കോൺഗ്രസിൽ ചേർന്നു. ഹരിയാനയിൽ നിന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്ന് BJP നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ പല ആളുകളും, ചില ആളുകൾ സ്ഥിരമായി ഇങ്ങനെ പാർട്ടി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആളുകളുണ്ട്. അത്രയും അതിന്റെ അപ്പുറത്തേക്ക് എന്താണ്? അപ്പൊ അവര് പലരെയും സമീപിച്ചു കാണും. അതാണല്ലോ BJPയുടെ ഒരു രീതി. പിന്നെ ഒരു അന്വേഷണം ഇല്ല. അതെങ്ങനെ? രാജീവ് ചന്ദ്രശേഖരന്റെ കൂടി ഉടമസ്ഥതയുള്ള സ്ഥാപനത്തിൽ കയറാൻ ED മുട്ടുവരയ്ക്കും. ED പിന്നെ നിർത്തി, ED ഇൻകം ടാക്സ് ഒക്കെ പിന്നെ നിർത്തി. അപ്പൊ ഇ പി ജയരാജൻ ബുദ്ധിപൂർവമായ, അദ്ദേഹത്തിന് അഡ്വൈസർ ആയിരിക്കാൻ പറ്റിയ ഒരാളെ EDയും വന്ന ITയും വന്ന പുള്ളി എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം? അപ്പൊ അദ്ദേഹം ബുദ്ധിപൂർവമായ ഒരു ഇടപെടൽ നടത്തി ഒരുമിച്ച്. നമ്മളിത് പറയാനുള്ള സാഹചര്യം എന്താ ഉണ്ടായത്? കേരളത്തിൽ BJP ഒരുപാട് സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരും എന്ന് കേരളത്തിലെ LDFന്റെ കൺവീനർ പറയാണ്. പിന്നെ തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും തൃശ്ശൂരിലെയും ഉൾപ്പെടെയുള്ള BJPയുടെ സ്ഥാനാർത്ഥികൾ നല്ല ബെസ്റ്റ് സ്ഥാനാർത്ഥികളാണ് എന്ന് LDF കൺവീനർ പറയാണ്. സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല, സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല, BJP നേതാക്കൾ പോലും പറഞ്ഞിട്ടില്ല ഇത്രയും ബെസ്റ്റാണെന്ന്. അതിനേക്കാൾ ബെസ്റ്റാണെന്ന് കേരളത്തിലെ LDF കൺവീനർ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം പറയാണ്. ഞാൻ പറയുന്നത് അദ്ദേഹം പാവമാണ്,
അദ്ദേഹത്തെ കൊണ്ട് പിണറായി വിജയൻ പറയിപ്പിക്കുകയാണ്. BJPയെ സന്തോഷിപ്പിക്കാൻ, BJPയെ സുഖിപ്പിക്കാൻ പിണറായി വിജയൻ ഈ പാവത്തിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അല്ല അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ അക്കൗണ്ടൊന്നും തുറക്കാൻ പോകുന്നില്ല, അവിടെ നല്ല സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്, ആ UDF സ്ഥാനാർത്ഥി ജയിക്കും. പക്ഷേ അവിടെ നടക്കുന്നത് നിങ്ങൾ അറിയണം. എവിടെ പോയി കരുവന്നൂരിലെ ED അന്വേഷണം? എവിടെ പോയി? ഇപ്പർസിയും എന്ന് പറഞ്ഞുകൊണ്ട് മൊഴിയെടുപ്പിച്ചല്ലോ നിരവധി CPM നേതാക്കളെ. അവരെ എല്ലാം വിരട്ടി നിർത്തിയിരിക്കുകയാണ് EDയെ കൊണ്ട്. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കാം നമുക്ക്. BJPയും CPM കൂടി ഒരുമിച്ച് കൂടിയാലും തൃശ്ശൂർ ഞങ്ങൾ ജയിക്കും. ഒരു സ്ഥലത്തും കേരളത്തിൽ ഒരു സ്ഥലത്തും BJP അക്കൗണ്ട് തുറക്കില്ല. 2ാം സ്ഥാനത്ത് പോലും BJP വരില്ല എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. 2ാം സ്ഥാനത്ത് പോലും കേരളത്തിൽ BJPക്ക് ഒരു സ്പേസും ഇല്ല. സ്പേസ് ഉണ്ടാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് പേടിയാണ്. മാസപ്പടി കേസിലെ അന്വേഷണത്തെ, SNC ലാവലിംഗ് കേസിലെ അന്വേഷണത്തെ ഒക്കെ പിണറായി വിജയൻ ഭയപ്പെടുന്നതുകൊണ്ട് BJPയെ പേടിച്ചാണ് നിൽക്കുന്നത് ഈ ഇലക്ഷനിൽ. അതുകൊണ്ട് BJPക്ക് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി CPMഉം പിണറായി വിജയനും ശ്രമിക്കുകയാണ്. ഞങ്ങൾ ആ സ്പേസ് ഉണ്ടാക്കില്ല കേരളത്തിൽ. അല്ല, ആ പ്രതിഷേധം ഉണ്ടെങ്കിൽ കോൺഗ്രസ് മുന്നണിയിലാണ് CPMന്റെ 2 സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. കോൺഗ്രസ് ഉള്ള മുന്നണിയിൽ ഞങ്ങൾ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് CPMന്റെ 2 സ്ഥാനാർത്ഥികളെ തമിഴ്നാട്ടിൽ പിൻവലിക്കാൻ തയ്യാറുണ്ടോ CPM? ഇവര് മത്സരിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഞങ്ങളുടെ ജാഥയിൽ വരില്ല, ഓക്കെ. പക്ഷേ ഞങ്ങളുടെ മുന്നണിയിൽ 2 CPMകാർ മത്സരിക്കുന്നുണ്ട്. അവരുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക. ഞാൻ ചോദിക്കട്ടെ, CPM എത്രയിടത്ത് മത്സരിക്കുന്നുണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ എത്രയിടത്ത് മത്സരിക്കുന്നുണ്ട്? വിരലിലെണ്ണിക്കാവുന്ന സ്ഥലത്തല്ലേ മത്സരിക്കുന്നുള്ളൂ. ബംഗാളിലൊക്കെ മത്സരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? 4ാമത്തെ 5ാമത്തെ സ്ഥാനത്താണ് മത്സരിച്ചിട്ട്. ആകെ എത്ര സ്ഥലത്തും മത്സരിക്കുന്നുണ്ട്. അത് ഇവരെയാണോ നരേന്ദ്രമോദി താഴെ ഇറക്കാൻ പോകുന്നത്? ചുമ്മാ വെറുതെ പറയാം.